എനിക്ക് പറയാൻ വേണ്ടി പറ്റും, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് അലോൺ ആൻഡ് ദിസ് ഈസ് നോട്ട് യുവർ ഫോൾട്ട്. ഇതൊന്നും നിങ്ങളുടെ കുറ്റം കൊണ്ടോ തെറ്റുകൊണ്ടോ സംഭവിക്കുന്നതല്ല. ആങ്സൈറ്റി അല്ലെങ്കിൽ ഓവർ തിങ്കിങ് കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി എന്താണ് ഓവർ തിങ്കിങ്, അതെങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്, അതിൽ നിന്ന് ഓവർകം ചെയ്ത് മുൻപോട്ട് പോകാനായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എനിക്കറിയാം ഞാൻ ഡെയിലി ബേസിസിൽ കുറേ പേരുമായിട്ട് ഡീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം സ്ത്രീകളിൽ, എത്രത്തോളം മനുഷ്യരിൽ, എത്രത്തോളം സ്ത്രീകളിൽ ഈ ഓവർ തിങ്കിങ് ഒരു വില്ലനായിട്ട് വരുന്നുണ്ട്. ആ ലൂപ്പിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി പറ്റാതെ, ആ ലൂപ്പിൽ നിന്ന് ഓവർകം ചെയ്ത് പുറത്തേക്ക് വരാൻ വേണ്ടി പറ്റാതെ സ്റ്റക്കായി കിടക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തിയിട്ടുള്ളത്. സോ ആദ്യമേ എനിക്ക് പറയാനായിട്ടുള്ളത്, എല്ലാം നമ്മൾ പഠിച്ച കാര്യമാണല്ലേ, എല്ലാം നമ്മൾ പഠിച്ചതാണ്. കുഞ്ഞിലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പഠിക്കുന്നില്ല, കുഞ്ഞിലെ തന്നെ നടക്കാൻ വേണ്ടി ജനിച്ച് വീണതും തന്നെ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റാറില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാറില്ല. ഒന്നും നമ്മൾ പെട്ടെന്ന് പഠിച്ചതല്ല അല്ലേ, എല്ലാം നമ്മൾ പതിയെ പതിയെ ലേൺ ചെയ്തെടുത്തൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നതും നമ്മളൊരു സമയത്ത് ഏതോ ഒരു പോയിന്റിൽ പഠിച്ചെടുത്ത കാര്യമാണ്. ആൻഡ് എനിക്ക് പറയാൻ വേണ്ടി പറ്റും, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് അലോൺ ആൻഡ് ദിസ് ഈസ് നോട്ട് യുവർ ഫോൾട്ട്. ഇതൊന്നും നിങ്ങളുടെ കുറ്റം കൊണ്ടോ തെറ്റുകൊണ്ടോ സംഭവിക്കുന്നതല്ല. പലരും വിചാരിക്കുന്നത്, അല്ലെങ്കിൽ പുറത്തുനിന്ന് കേൾക്കുന്നതും ഇത് തന്നെയായിരിക്കും, എനിക്ക് മാത്രം എന്താ എത്ര പ്രശ്നം, മറ്റുള്ളവർക്കും ഇതൊന്നും കുഴപ്പമില്ലല്ലോ, ഇത് കഴിഞ്ഞ കാര്യമല്ലേ, ഇല്ലെങ്കിൽ വരാനിരിക്കുന്നത്, ഇങ്ങനെ ആയാൽ തന്നെ എന്തിനാ ഇങ്ങനെ ആഴത്തിൽ ആലോചിക്കുന്നത്, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ധൈര്യത്തോടെ ഇരിക്കൂ, സമാധാനത്തോടെ ഇരിക്കും എന്നൊക്കെ ഈ ഉപദേശങ്ങളും മോട്ടിവേഷനൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും നമുക്കെന്തോ ചിന്തിക്കാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യാതെ, അല്ലെങ്കിൽ അതിലൊരു കൺക്ലൂഷൻ കിട്ടാതെ, അല്ലെങ്കിൽ ആ സൊല്യൂഷൻ കിട്ടാതെ നമുക്ക് സമാധാനം കിട്ടുന്നില്ല, ശരിയല്ലേ? പക്ഷെ പുറമേ നിന്ന് നമുക്ക് തന്നെ ഒരു ബ്ലെയിമിങ്ങും ക്രിട്ടിസൈസൊക്കെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നുന്നത് എൻ്റെ പ്രശ്നമാണോ, എന്താ ഞാൻ മാത്രം ഇങ്ങനെ ചിന്തിക്കുന്നേ എന്നുള്ള കാര്യം. പൊതുവേ 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണ് ഓവർ തിങ്കിങ് കൂടുതലായിട്ട് കാണുന്നത്, 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീകളിലാണ്. സോ ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നതും നമ്മളൊരു സമയത്ത് പഠിച്ചെടുത്ത കാര്യം തന്നെയാണ്. നമ്മുടെ ലൈഫിൽ കഴിഞ്ഞു പോയിട്ടുള്ള, കണ്ടതും കേട്ടതും ഫീൽ ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ അതെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ അത് സ്റ്റോറായി കിടക്കുന്നുണ്ട്. അതൊന്നും ഇല്ലാതായി പോകുന്നില്ല, അതൊന്നും മറന്നു പോകുന്നില്ല, അതെല്ലാം നമ്മുടെ മൈൻഡിൽ സ്റ്റോറായി കിടക്കുന്നുണ്ട്. സോ എപ്പോഴൊക്കെ നമ്മൾ എന്തൊരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും അതെല്ലാം നമുക്കൊരു റെഫറൻസ് ആയിട്ട് തരുന്നുണ്ട്. ആ ഇമേജാണ് ആക്ച്വലി റെഫറൻസ് ആയിട്ട് നമുക്ക് ഇട്ട് തരുന്നത്. സോ ആ ഇമേജ് നല്ലതാണെങ്കിൽ, നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്ക് പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കോൺഫിഡൻസും അത് പോസിറ്റീവായിട്ട് വരികയും, അല്ല നെഗറ്റീവായിട്ടുള്ള വിഷമങ്ങളും സങ്കടങ്ങളും നിരാശകളും ഒറ്റപ്പെടലുകളും, അല്ലെങ്കിൽ ഒരുപാട് പേടിച്ച് പോകേണ്ട സിറ്റുവേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നെഗറ്റീവായിട്ടുള്ള ഇമേജ് ആയിരിക്കും അവിടെ കിടക്കുന്നുണ്ടാവുക. സോ നെഗറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കും തോട്ടും പിന്നീട് അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടാവുക. സോ ഇങ്ങനെയാണ് എപ്പോഴും ഓവർ തിങ്കിങ് നമ്മളിൽ ഉണ്ടാവുന്നത്. ലൈക്ക് നമുക്ക് ഓവർ തിങ്കിങ്ങിനെ ഒരു CCTV ക്യാമറയായിട്ട്, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി അലാമായിട്ടൊക്കെ കണക്കാക്കാം കേട്ടോ, സങ്കല്പിക്കാം. എക്സാമ്പിളായിട്ട് പറയാം, ലൈക്ക് എപ്പോഴും CCTV ക്യാമറ അല്ലെങ്കിൽ സെക്യൂരിറ്റി അലാം എന്തിനാണ് അടിക്കുന്നത്, നമ്മളെപ്പോഴും അൺഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ, ലൈക്ക് നമ്മുടെ വീട്ടിലാണെങ്കിൽ സെക്യൂരിറ്റി അലാം വെക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അൺഫെമിലിയർ ആയിട്ട്, അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് അലാം അടിക്കും, ബീപ്പ് ചെയ്യും അല്ലേ. സോ അത് നമ്മളെപ്പോഴും സേഫാക്കി വെക്കാനായിട്ടാണ് ഈ അലാം വർക്ക് ആവുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഓവർ തിങ്കിങ്ങും നമ്മുടെ മൈൻഡ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡ് നമ്മളെ സേഫാക്കി വെക്കാനായിട്ട്, അന്നത്തെ പോലെ സംഭവം ഇനി ഉണ്ടാവാതിരിക്കാനായിട്ട് നീ ശ്രദ്ധിക്കണം, കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കണം, കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഒരു കാര്യം ഒരിക്കൽ ചിന്തിച്ചാൽ പോരെ 10 പ്രാവശ്യം ചിന്തിക്കണം, എന്നാലേ ഒരു കറക്റ്റ് കൺക്ലൂഷൻ, കറക്റ്റ് സൊല്യൂഷൻ കിട്ടുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കാനായിട്ട് പറയുന്നതല്ല, ലൈക്ക് നമ്മൾ സേഫാക്കി വെക്കാനായിട്ടാണ് ഓവർ തിങ്കിങ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കൂടിയും അത് പലപ്പോഴായിട്ട് നമ്മളുടെ സമാധാനം കളയുന്ന, നമ്മൾക്കൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റാത്ത, ഒരു സന്തോഷത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി പറ്റാത്ത, എല്ലാ കാര്യവും പഴയ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ഡിസൈഡ് ചെയ്യാൻ പോലും പറ്റാതെ സ്റ്റക്കായിരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. നമ്മളുടെ ലൈഫിനെ തന്നെ കാർന്ന് തിന്നുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാറുണ്ട്.
ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള തോട്ട് ഉണ്ട് കേട്ടോ. ആങ്സൈറ്റി പല ടൈപ്പിലുണ്ട്. അതിലൊരു ഹെൽത്ത് ആങ്സൈറ്റി കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ആക്ച്വലി അതെങ്ങനെ ആക്റ്റ് ആവുന്നത്, നമ്മൾ കഴിഞ്ഞ ലൈഫിൽ ഒന്നുകിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടായിട്ടുണ്ടാവും, അതിൽ നമ്മൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതേപോലുള്ളൊരു കാര്യം വീണ്ടും നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു സിഗ്നലായിട്ട് വരുമ്പോൾ, ലൈക്ക് ഒന്നെങ്കിൽ ഒരു വയറുവേദനയോ അല്ലെങ്കിൽ നെഞ്ചുവേദനയോ അല്ലെങ്കിൽ തലവേദനയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ വേഗം കണക്ട് ചെയ്യും. വയറുവേദനയോ എനിക്ക് ക്യാൻസർ ആണോ എന്നുള്ള പേടിയായിരിക്കും, അല്ലെങ്കിൽ നെഞ്ചുവേദന ആണെങ്കിൽ ഹാർട്ട് അറ്റാക്കാണ്, തലവേദനയാണെങ്കിൽ എനിക്ക് ട്യൂമർ വരാൻ പോവാണ്. അങ്ങനെ അതിൻ്റെ വേസ്റ്റ് കണ്ടീഷൻ, അതിൻ്റെ ഏറ്റവും മേ ബി അത് ചെറുതായിരിക്കാമെങ്കിൽ കൂടിയും നമ്മളുടെ മൈൻഡ് സേഫാക്കി വെക്കണം. ഒക്കെ അന്നത്തെ പോലെ മേ ബി നമ്മൾ ഏതെങ്കിലും പാസ്റ്റ് ലൈഫിൽ ആരെങ്കിലും ഇതുപോലെ വയറുവേദന വന്ന് ട്രീറ്റ് ചെയ്യാതെ കുറച്ചുകൂടി വൈകിട്ട് ക്യാൻസർ ഒന്നും മരിച്ചവരുണ്ടാവാം, അല്ലെങ്കിൽ അത് ക്രിട്ടിക്കലായിട്ട് പോയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ന്യൂസിൽ അറിഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ട്രീറ്റ് ചെയ്യാതെ പോയിട്ടുള്ള ഏതെങ്കിലും അസുഖങ്ങൾ പിന്നെ വേഴ്സ്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്ത് കുറച്ച് പാടുപെട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചെറിയ ഏതെങ്കിലും ബോഡിയിൽ സിഗ്നൽ വരുമ്പോൾ തന്നെ, ചെറിയ ഏതെങ്കിലും സിംറ്റംസ് കാണുമ്പോൾ തന്നെ നമ്മൾ വേഗം അത് വേഴ്സ്റ്റായിട്ട് ഇമാജിൻ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇതെനിക്ക് അങ്ങനെ വരാൻ വേണ്ടി പോവാണോ, അപ്പോൾ ഓക്കെ കുഴപ്പമില്ല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിന് സമാധാനിപ്പിക്കുമെങ്കിൽ കൂടിയും ഒരു പെർമനൻറ്റ് റിലീഫ് നമുക്ക് ഉണ്ടാവാൻ വേണ്ടി പറ്റില്ല. കാരണം അവിടെ നമ്മളുടെ ബോഡിക്ക് ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് സേഫായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളുടെ ഓവർ തിങ്കിങ്ങിന് നമുക്ക് എനിമിയായിട്ട് പറയാൻ വേണ്ടി പറ്റുമോ? ലൈക്ക് ഒരു അമ്മ സ്വന്തം കുട്ടികളെ അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ സേഫാക്കി വെക്കാനായിട്ട്, കുട്ടികൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും മുട്ടിലഴിഞ്ഞ് പോയിട്ട് കഴിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യം എടുത്ത് കഴിച്ചാലോ, എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്ന് പേടിച്ച് എപ്പോഴും ആ അമ്മ കൺസേൺ ആയിരിക്കും. നമ്മൾ തന്നെ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ മാത്രം ആയിരിക്കില്ല. കുട്ടികളുടെ പൊതുവെ കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും റെസ്പോൺസിബിൾ, എപ്പോഴും നമ്മളതിൽ കൺസേൺ ആയിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ഒരു കുക്കിംഗ് ആണെങ്കിലും കുക്കിംഗ് മാത്രമല്ല, അതിൻ്റെ കൂടെ കുട്ടി എന്താ ചെയ്യുന്നത്, കുട്ടി സേഫാണോ, കുട്ടി ഉറങ്ങുകയാണോ, ഉറങ്ങി എണിച്ച് താഴെ വീടും, അങ്ങനെ നമ്മളെപ്പോഴും കൺസേൺ ആയിരിക്കും. അത് നമ്മൾ നമ്മുടെ കുട്ടിയിൽ എത്രത്തോളം ഇഷ്ടപ്പെടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിയെ സേഫാക്കി വെക്കാനായിട്ട്, അല്ലെങ്കിൽ അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ടാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഓവർ തിങ്കിങ്ങും. സോ നിങ്ങൾക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു, എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓവർ തിങ്കിങ്ങിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ലൂപ്പിൽ നിന്ന് പുറത്ത് വരാനായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അപ്പോൾ മൈൻഡിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇത് സേഫാണ് എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓവർ തിങ്കിങ് ഇല്ലാതാവും. ആ ഒരു ഫീലിംഗ് കിട്ടാത്തത് കൊണ്ടാണ് വീണ്ടും 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 ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ കോൺഷ്യസ്ലി വിചാരിക്കാറുണ്ട് ഇത് ചിന്തയാണ്, ചിന്തിക്കേണ്ട, നാളെ മുതൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ ചിന്തിച്ചുകൊണ്ട് എനിക്കൊരു ഉപകാരമില്ല, വേണ്ട വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്ന് നമ്മളെ ധൈര്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ആ ഒരു സേഫ്റ്റി ഫീലിംഗ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആ ഒരു സേഫായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും ചിന്തിച്ച് വരുന്നത്. സോ നമ്മളുടെ മൈൻഡിന് സേഫാണ്, ഇറ്റ് ഇസ് സേഫ്, ഈ ലൈഫ് സേഫാണ്, അല്ലെങ്കിൽ ഞാൻ സേഫാണ്, ഓക്കെ ആണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓവർ തിങ്കിങ് കുറഞ്ഞു വരുന്നതായിരിക്കും. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ലൈക്ക് ആ ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി കുറയാനായിട്ട്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും സമാധാനം കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, സഹായകരമാകുന്ന, യൂസ്ഫുൾ ആകുന്ന 3 കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ ഒന്നാമത്തെ കാര്യം ബ്രീതിങ് എക്സസൈസ് തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് മനസ്സിലായി ഇത് ഓവർ തിങ്കിങ് ആണ് എന്ന് ആ ഒരു റിയലൈസ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ തന്നെ ജസ്റ്റ് ഒന്ന് അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ നിൽക്കുക, എവിടെയാണ് ആ മൊമെൻറ്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഡീപ്പ് ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. മൂക്കിലൂടെ ബ്രീത്ത് ഇൻ ചെയ്യുക, വായിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നല്ല ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് നേരം ആ ബ്രീത്തിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ലൈക്ക് നല്ല തണുത്ത വായു ഉള്ളിലേക്ക് വരുന്നതും ചൂടുള്ള വായു ഇങ്ങനെ വായിലൂടെ പുറത്തേക്ക് പോകുന്നതിലേക്ക് കുറച്ച് നേരം ഒന്ന് ഫോക്കസ് ചെയ്യുക. എന്നിട്ട് ആ ഒരു തിങ്കിങ്ങിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് എന്താണോ ഇഷ്ടമുള്ള കാര്യം, എന്തിലേക്ക് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിലേക്ക് പോവാം. അപ്പോൾ ഇൻറ്റൻസിറ്റി കുറയാൻ ഹെൽപ്ഫുള്ളായിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ജേർണലിങ്. നിങ്ങൾക്ക് അതന്നെ അറിയുന്നുണ്ടാവും, ഒരു കാര്യം നമ്മൾ ഒരിക്കൽ ചിന്തിച്ചു സൊല്യൂഷന് വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൂടിയും ഒരു കാര്യം 100 പ്രാവശ്യം ചിന്തിച്ചാലും നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നുണ്ടാവില്ല. കാരണം നമ്മുടെ മൈൻഡിലാണ് അതിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ജേർണൽ ചെയ്യാം. ഓക്കെ, ജേർണൽ ഇൻ ദ സെൻസ് ജസ്റ്റ് ഒന്നൊരു ബുക്ക് എടുക്കുക. നിങ്ങൾക്ക് തന്നെ ആ ഒരു പാറ്റേണിൽ തന്നെ കറങ്ങി കിടക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു സൊല്യൂഷൻ വേണം.
അല്ലെങ്കിൽ ചിന്തിച്ചത് കൊണ്ട് കാര്യമില്ല, അതിൽ നിന്നൊന്ന് ഒരു ക്ലാരിറ്റിയിലേക്ക് എത്തണം എന്ന് ഫീൽ ചെയ്യുന്ന ഒരു മൊമെൻറ്റ് ജസ്റ്റ് ഒന്ന് ബുക്ക് എടുക്കുക. ബുക്ക് എടുത്തിട്ട് എന്തൊക്കെ തോട്ടാണ് എനിക്ക് വരുന്നതെന്നുള്ള കാര്യം ജേർണൽ ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് എൻ്റെ മൈൻഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന ആ ഒരു ടോക്ക് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, കംപ്ലീറ്റ്ലി അതൊരു ബുക്കിലെടുത്ത് എഴുതാം. ഫുള്ളി എന്തൊക്കെ ഉണ്ടോ മൈൻഡിൽ, മേ ബി മെമ്മറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, പാസ്റ്റ് ആയിരിക്കാം, ഫ്യൂച്ചർ ആയിരിക്കാം, ഏത് തന്നെയാണെങ്കിലും എല്ലാം ഒന്ന് ബുക്കിൽ എഴുതുക. ഫുള്ള് ജേർണൽ ചെയ്യുക. കംപ്ലീറ്റ് എഴുതി കഴിയുമ്പോൾ ലൈക്ക് ഡംപ് ചെയ്യുക എന്ന് പറയും, അതുപോലെ പുറത്തേക്കൊന്ന് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം എഴുതി കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടിയതായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ചിന്തിച്ചിട്ട് അതിൽ നിന്നൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. ഏതെങ്കിലും പെയിനിനെ കുറിച്ച് ആലോചിക്കുകയാണ്, നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ആ ഒരു ചിന്ത വരുന്നതെന്നുണ്ടെങ്കിൽ ആ പെയിനിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞതായിട്ട്, അല്ലെങ്കിൽ അത് നമ്മളെ എഫക്റ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്കത് വേദനയായിട്ട് മാറുന്നത്, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ആൻഡ് തേർഡ് തിങ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിങ് എക്സസൈസ് ആണ്. 5 4 3 2 1 ഗ്രൗണ്ടിങ് എക്സസൈസ്. ലൈക്ക് ജസ്റ്റ് ഇതേപോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു ലൂപ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ തന്നെ എന്ത് ചെയ്യുക, 5 things I can see, കാണാൻ വേണ്ടി പറ്റുന്ന ആ ഒരു മൊമെൻറ്റ്, മേ ബി ഓഫീസിലായിരിക്കാം, വീട്ടിലായിരിക്കാം, കിച്ചണിലായിരിക്കാം, ഉറങ്ങാൻ വേണ്ടി പോകുന്ന ബെഡിലായിരിക്കാം, എവിടെയാണെങ്കിലും ജസ്റ്റ് 5 things ആ ഒരു മൊമെൻറ്റിൽ തന്നെ 5 things I can see ഏതൊക്കെയാണോ എന്ന് നോക്കുക. 4 things I can touch, തൊടാൻ വേണ്ടി പറ്റുന്ന 5 സാധനങ്ങൾ എന്തൊക്കെയാണോ ജസ്റ്റ് ഒന്ന് അടുത്തൊന്ന് നോക്കി തൊടുക. ആൻഡ് 3 things I can hear, കേൾക്കാൻ വേണ്ടി പറ്റുന്നത് എന്തൊക്കെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടെന്ന് ഒബ്സർവ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഡെഫിനറ്റ്ലി കേൾക്കുന്നുണ്ടാവും. ആൻഡ് 2 things I can smell, ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്യുക, ഏതൊക്കെ മണങ്ങളാണ് വരുന്നത്. മേ ബി ഒരു നമ്മൾ സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ക്രീം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു പെർഫ്യൂം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്ത സ്മെല്ലുണ്ടാവും. ഏതെങ്കിലും 2 സ്മെല്ല് ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്യുക. ആൻഡ് 1 thing I can taste, നിങ്ങൾക്ക് ആ ഒരു മൊമെൻറ്റിൽ എന്താണോ കഴിക്കാൻ വേണ്ടി പറ്റുന്നത്, എന്താണെങ്കിലും, ലൈക്ക് മേ ബി കിച്ചണിലാണെങ്കിൽ എന്തെങ്കിലും എടുത്തൊന്ന് കഴിക്കുക, അല്ലെങ്കിൽ ചോക്ലേറ്റോ ഷുഗറോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഒന്ന് ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. ലൈക്ക് മേ ബി അത് നമ്മളെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലേക്ക് പോയിട്ടുണ്ടാകും ആ ഒരു മൊമെൻറ്റിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഡെഫിനറ്റ്ലി കുറഞ്ഞിട്ടുണ്ടാകും. ആ കുറഞ്ഞ സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് എന്താണോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് പോവാം. ഞാൻ ഈ പറഞ്ഞ ടെക്നിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർമനൻറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ പെർമനൻറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതല്ല. ഓവർ തിങ്കിങ്ങിന് ഡെഫിനറ്റ്ലി നമുക്കറിയാം, നമ്മളുടെ മൈൻഡിൽ കിടക്കുന്ന കഴിഞ്ഞു പോയിട്ടുള്ള ലൈഫിൽ ഉണ്ടായിട്ടുള്ള അൺസേഫ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിച്ചിട്ടുള്ള, സങ്കടപ്പെടുത്തിയിട്ടുള്ള, നമ്മളെ എഫക്റ്റ് ചെയ്തിട്ടുള്ള, മേ ബി നമുക്ക് ഓർമ്മ തന്നെ ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് കോൺഷ്യസ്ലി അതിന് ഓർമ്മയില്ലെങ്കിൽ കൂടിയും ചെറുപ്പത്തിൽ ഏറ്റവും കുഞ്ഞിനെ നടന്നിട്ടുള്ള കാര്യമാണെങ്കിൽ സബ് കോൺഷ്യസ്ലി നമ്മളുടെ ഉള്ളിൽ അത് സ്റ്റോറായി കിടക്കുന്നുണ്ട്. നമ്മളെ നമുക്ക് മറക്കുന്നുള്ളൂ, നമ്മുടെ മൈൻഡിൽ അത് എപ്പോഴും സ്റ്റോറായി കിടക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മളിപ്പോഴും ഒരു ഏജ് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ട്രിഗർ വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിനെ ഡീൽ ചെയ്യാതെ പെർമനൻറ്റ് സൊല്യൂഷൻ ഉണ്ടാവൽ വളരെ റയറാണ്, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. സോ പെർമനൻറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ പെർമനൻറ്റ് ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓവർ തിങ്കിങ്ങിൽ നിന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കി, പല വഴികളും ചെയ്ത് നോക്കി, ഒറ്റയ്ക്ക് ട്രൈ ചെയ്തിട്ടൊന്നും ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് റിക്കവറി ഉണ്ടാവുന്നില്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എക്സ്റ്റേണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ സർവീസാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് കണക്ട് ചെയ്യാം. ഒരു കംപ്ലീറ്റ് ഹീലിംഗ് ആൻഡ് ട്രാൻസ്ഫോർമേഷനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് കണക്ട് ചെയ്യാം. ലെറ്റ്സ് ടോക്ക്. സോ അതിൻ്റെ ഡീറ്റെയിൽസ്, ഞാനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ ലൈക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യുക. സെൽഫിനെ നമ്മൾ ബ്ലെയിം ചെയ്യാതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക. നീ കാരണമാണ് എന്നുള്ള സെൽഫ് ക്രിറ്റിസിസം കുറച്ച് മാറ്റുക, കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമുക്കിപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ട് ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നു. പാസ്റ്റ് ലൈഫിലെ മെമ്മറീസാണ് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് എന്നെ എഫക്റ്റ് ചെയ്യുന്നുള്ളൊരു റിയലൈസേഷൻ, അത് വലിയൊരു റിയലൈസേഷനാണല്ലേ. അത് മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ദിസ് ഈസ് ഓവർ തിങ്കിങ്, ഇതൊരു തിങ്കിങ് പാറ്റേൺ ആണ് എന്ന് കോൺഷ്യസ്ലി ആലോചിക്കുക. ആൻഡ് ആ പാറ്റേണിൽ നിന്ന് കുറച്ചെങ്കിലും, നമ്മൾ എല്ലാം പഠിച്ചതാണെന്ന് പറഞ്ഞല്ലോ, അപ്പം അതേപോലെ ഈ ഓവർ തിങ്കിങ് അൺലേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പോസിബിളാണ്. നമ്മൾ പുതിയൊരു പാറ്റേൺ പഠിച്ചാൽ മതിയാവും. കാംനെസ്,
സേഫായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ആ പഠിച്ച കാര്യങ്ങൾ നമുക്ക് മാറ്റി, ഈ ഓവർ തിങ്കിങ് മാറ്റി പെർമനൻറ്റ് സൊല്യൂഷനിലേക്ക്, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, വഴികളുണ്ട്. സോ ഐ ഹോപ്പ് ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ ടെക്നിക്സ് അപ്ലൈ ചെയ്യുക. ആൻഡ് യാ, താങ്ക് യു ഗൈസ്.